എവിടാണ്ടെന്ന് കുറച്ച് മാങ്ങ ഒപ്പിച്ചുകൊണ്ടുള്ള വരവാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ കൊണ്ട് തന്നാണേ. മനീഷേട്ടന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാച്ചാർ. എന്നാൽ പിന്നെ ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ മാങ്ങയുടെ തൊലി കളയാൻ നിന്ന് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം പോരാതെ വരും. അതുകൊണ്ട് മനീഷേട്ടൻ തന്നെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മാങ്ങ കടിച്ച് നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വല്ലാത്ത പുളിയായിരുന്നു കേട്ടോ. ഉപ്പും മുളകൊക്കെ കൂട്ടുകയാണെങ്കിൽ ഞാൻ കഴിക്കും. പക്ഷെ മനീഷേട്ടൻ ആ ഒരു മാങ്ങയുടെ പകുതി മുക്കാലും അവിടെ നിന്ന് തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പുളിയൊന്നും ആൾക്കൊരു പ്രശ്നമേ അല്ല. പിന്നെ ഞാൻ വേണ്ട നമ്മുടെ മാങ്ങ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ വൈകുന്നേരമാണ് ഞങ്ങളത് അച്ചാറിടാൻ വേണ്ടി എടുത്തത്. ആ ഒരു സമയവും മനീഷേട്ടൻ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ എല്ലാ കാര്യത്തിനും അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ മനീഷേട്ടൻ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ നേരത്തെ പണിപ്പാടിനൊടുവിൽ ഞങ്ങൾ ഇതേ മാങ്ങാച്ചാറ് റെഡിയാക്കിയിട്ടുണ്ട്. എന്താ നമ്മുടെ നൈനൂട്ടി ഇവിടെ ഇരുന്ന് അതിൽ നിന്ന് ഓരോന്ന് വീതം കട്ട് തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാറ് റെഡിയായി. എനിക്ക് അങ്ങനെ അടിപൊളിയായിട്ട് മാങ്ങാച്ചാറൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി. പിന്നെ എൻ്റെ അമ്മ നന്നായിട്ട് മാങ്ങാച്ചാറ് വെക്കും. അത് എപ്പോഴും മനീഷേട്ടൻ പറയും കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. ഞാനെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കി, അത്യാവശ്യം കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.